ലക്കി ബ്ലോബിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞായറാഴ്ച ദിവസത്തെ വിശേഷങ്ങളാട്ടോ. രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുഞ്ഞു കുഞ്ഞു അടുക്കളയിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞായറാഴ്ച ആയാൽ നമ്മൾ എന്തായാലും സ്പെഷ്യൽ ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു പത്തിരിയും തേങ്ങാപ്പാലും രാവിലെ തന്നെ സെറ്റാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഉച്ചക്കത്തെ ലഞ്ച് നമുക്ക് പൊളിക്കാം. ചിക്കൻ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ കൊണ്ട് കുറുകിയ ചാറോടുകൂടിയുള്ള ചിക്കൻ കറി അങ്ങോട്ട് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുഞ്ഞടുക്കളയിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും പാത്തൂസിൻ്റെ വിശേഷങ്ങളുമാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും തുടക്കം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. എന്നാൽ നമുക്ക് കുഞ്ഞടുക്കളയിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ കേട്ടാലോ. ചായതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പത്തിരിക്കുള്ള വെള്ളം വെട്ടി തിളയ്ക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. എന്നിട്ട് പൊടിയിട്ട് നല്ലപോലെ അങ്ങോട്ട് വാട്ടി അങ്ങോട്ട് സെറ്റാക്കി, പിന്നെ നല്ലപോലെ അങ്ങോട്ട് കുഴച്ച് സെറ്റാക്കിയ ശേഷം പത്തിരി പ്രസ്സിൽ അങ്ങോട്ട് പെരത്തിങ്ങായിട്ട് സെറ്റാക്കിയതാ പത്തിരി അങ്ങോട്ട് ചൂടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പാത്തൂസ് മദ്രസയിൽ പോകാനായിട്ട് നേരത്തെ എണീറ്റിട്ടുണ്ട്. മോൻ പോയിട്ടോ ചായ കുടിച്ച് ചെറുകടികളൊക്കെ കഴിച്ചിങ്ങായിട്ട് അവൻ പോയിട്ടുണ്ട്. വരുമ്പോഴേക്കും ചിക്കൻ കറി അങ്ങോട്ട് സെറ്റാവണമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷേ ചിക്കൻ വന്നാലുടനെ സെറ്റാക്കാം, ഇല്ലെങ്കിൽ വരണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിങ്ങായിട്ട് സമാധാനിപ്പിച്ച് അങ്ങനെ മദ്രസയിലേക്ക് പറഞ്ഞു വെച്ചിട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞാനിതാ പാത്തൂസിൻ്റെ പിറകെയാട്ടോ. പാത്തൂസ് ഇതാ ചായ കുടിച്ചു, പിന്നെ കുളിച്ചിതാ സുന്ദരി കുട്ടിയായി ഫർദൊക്കെ ഇട്ട് അങ്ങോട്ട് ഇരിക്കുകയാണ്. അപ്പം ഞാൻ ദാ ഒരു പ്ലേറ്റിൽ പത്തിരിയും തേങ്ങാപ്പാൽ അങ്ങോട്ട് ഒഴിച്ച് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ വാരി തായോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു പൊട്ടിച്ചിട്ട് തരാം, വേഗുന്നതിന് വാരി തിന്നു എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിൽക്കാൻ പാടില്ല കേട്ടോ, മാറിപ്പോണം, എന്നാലാണ് അവൾ ഫുഡ് കഴിക്കുള്ളൂ. നോക്കി നിന്നാൽ പിന്നെ അത് വാരി കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഞാൻ മെല്ലെ അങ്ങോട്ട് മാറി നിന്നു. അങ്ങനെ ബാക്കിയുള്ള പത്തിരി അങ്ങോട്ട് ചുട്ട് സെറ്റാക്കാണ്. പത്തിരി പണി അങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ പത്തിരിയും തേങ്ങാപ്പാലും ദാ മേശപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചു. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വേണം കാണുവാൻ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ. അങ്ങനെ ദാ എൻ്റെ മോള് മൊഞ്ചത്തിയായിട്ട് ദാ മദ്രസയ്ക്ക് പോകാൻ കേട്ടോ. മദ്രസയിൽ പോകുന്ന വഴികളൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. ഇവിടെ നിന്ന് ഇറങ്ങുന്ന ഭാഗമാണ് ഞാൻ എടുത്തത്. പിന്നെ എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു. അപ്പോൾ നമുക്ക് ചിക്കൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കറി വെക്കണ്ടേ. അപ്പോൾ ചിക്കൻ നല്ലപോലെ അങ്ങോട്ട് കഴുകി അങ്ങോട്ട് സെറ്റാക്കാണ് കേട്ടോ. ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചാനലിൽ പോസ്റ്റ് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതിൽ ടിപ്പ് ഉണ്ട് കേട്ടോ. എന്താണെന്ന് അറിയണ്ടേ? അപ്പോൾ ആ ടിപ്പ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ കുറുകിയ ചാറോടുകൂടിയുള്ള ചിക്കൻ കറി അങ്ങോട്ട് സെറ്റാക്കി എടുത്തത് കേട്ടോ. അങ്ങനെ ഒരു പാൻ വെച്ച് കൊടുത്ത് പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായ ശേഷം നമ്മുടെ ചെറുള്ളി കുട്ടനെ അരിഞ്ഞതോ വെളുത്തുള്ളി അങ്ങോട്ട് ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ ഇളക്കി കൊടുത്ത് അങ്ങോട്ട് സെറ്റാക്കി എടുത്തു. പിന്നെ തക്കാളി കുട്ടൻ അരിഞ്ഞത് അതിലേക്ക് പാകത്തിന് ചേർത്ത് കൊടുത്തൊന്ന് നല്ലപോലെ അങ്ങോട്ട് വാട്ടിയെടുത്ത് സെറ്റാക്കി എടുത്ത ശേഷം ചൂടാറിയ ശേഷം നമുക്ക് മിക്സിയിലടിച്ചങ്ങോട്ട് പേസ്റ്റ് പരുവത്തിൽ സെറ്റാക്കി എടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് കറിയിൽ ചേർത്ത് ചിക്കൻ കറി അങ്ങോട്ട് റെഡിയാക്കി എടുത്താൽ തീർച്ചയായും നിങ്ങൾക്ക് കുറുകിയ ചാറോട് കൂടിയുള്ള ചിക്കൻ കറി അങ്ങോട്ട് സെറ്റാക്കിയിട്ടു കേട്ടോ. ഈ രീതിയിൽ സെറ്റാക്കി വെച്ച ശേഷം നമുക്ക് ചൂടാറിയ ശേഷം മിക്സിയിലടിക്കണം. അതിന് തൊട്ട് മുന്നേ നമുക്ക് അരിയൊക്കെ കഴുകി അടുപ്പത്തേക്ക് ഇടാം കേട്ടോ. അതിനുശേഷം നമുക്ക് ചിക്കൻ കറി അങ്ങോട്ട് വെക്കാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ ചൂടാറിയ ശേഷം മിക്സിയിലടിക്കണം. അപ്പോൾ അത് സെറ്റാക്കി വെച്ച ശേഷം വേണം നമ്മൾ ചിക്കൻ കറി വെക്കാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ ഞാൻ ചൂടാറിയ ശേഷം മിക്സിയിലടിച്ചു കേട്ടോ. അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതാ ചീഞ്ചിട്ട് വെച്ച് കൊടുത്തു. എന്നിട്ട് ഇതാ പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ നല്ലപോലെ അങ്ങനെ ചൂടായി വന്ന ശേഷം സബോള കുട്ടനരിഞ്ഞതും ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും അതങ്ങോട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ അങ്ങോട്ട് വാട്ടിയെടുത്തു കേട്ടോ. അതിനുശേഷം തീ കുറച്ച് വെച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു കേട്ടോ. അത് ഞാൻ കാണിക്കുന്നില്ല, എന്നാലും പറയാം. കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കറുമസാലപ്പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുത്തു കേട്ടോ പാകത്തിന്. എന്നിട്ട് പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുത്ത് ചിക്കനൊക്കെ അതിലേക്കിട്ട് ചിക്കനിൽ മസാല പിടിക്കുന്നത് വരെ ഇളക്കി കൊടുത്ത് അങ്ങോട്ട് സെറ്റാക്കി വെച്ച ശേഷം
പിന്നെ ഇതാ നമ്മുടെ ചെറുനാരങ്ങ നീരിതാ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. പാകത്തിന് ഉപ്പ് ചേർക്കണം കേട്ടോ. നമ്മൾ മസാല അങ്ങനെ സെറ്റാക്കി എടുക്കുമ്പോൾ പിന്നെ നമുക്ക് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. പോരെങ്കിൽ മാത്രം ഉപ്പ് ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ചിക്കനിൽ വേവിക്കാൻ ആവശ്യമായ ഈ രീതിയിൽ വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് മൂടി വെച്ച് വേവിക്കണം കേട്ടോ. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഉച്ചക്കത്തെ ലഞ്ചിന് നിങ്ങൾക്ക് എന്തായിരുന്നു? ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. വളരെ രുചികരമായും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആരും സ്കിപ്പ് ചെയ്യരുത്. വളരെ രുചികരമായി തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമാണ് ചാനലൊന്ന് ഉഷാറായി വരുള്ളൂ കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ പാകത്തിന് വെള്ളം ഒഴിച്ച് ഈ രീതിയിലൊന്ന് താത്തി വെച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതാ മൂടി വെച്ചു. അതിനുശേഷം പിന്നെ ഇതാ ചോറൊക്കെ ഒന്ന് വെന്തങ്ങ് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വാർത്ത് വെച്ചു കേട്ടോ. അതിനുശേഷം നമ്മുടെ ചിക്കൻ കറി ഇതാ ഏകദേശം ചിക്കനൊക്കെ ഇതാ വെന്തങ്ങോട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മൾ അതിലേക്ക് കുരുമുളക് പൊടി ഇതാ ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ലപോലെ അങ്ങോട്ട് മിക്സാക്കി ഒരു 10 മിനിറ്റിന് ശേഷം കുറുകിയ ചാറോട് കൂടിയുള്ള ചിക്കൻ കറി അങ്ങോട്ട് സെറ്റാക്കി കേട്ടോ. അപ്പോൾ നിങ്ങളും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം. തീർച്ചയായും റിസൾട്ട് കിട്ടും കേട്ടോ. നല്ലൊരു റിസൾട്ട് കിട്ടും. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അപ്പോൾ ഇതാ നമ്മുടെ കുറുകിയ ചാറോട് കൂടിയുള്ള ചിക്കൻ കറി കാണണ്ടേ? ഇതാ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഊണ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വേണം കാണുവാൻ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ടാറ്റാ ബൈ.